ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC ഓവർസീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ 4-ാം ദിവസമായി ഞായറാഴ്ച കളക്ട് ചെയ്തത് 9,57,00,000 രൂപയായിരുന്നു. ആദ്യ 4 ദിവസം കൊണ്ട് 38,64,00,000 രൂപയാണ് ദൃശ്യം 3 സ്വന്തമാക്കിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വളരെ മികച്ച കളക്ഷനാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ 4 ദിവസം കൊണ്ട് കർണാടകയിൽ 9,20,00,000, ആന്ധ്ര തെലങ്കാനയിൽ 6,60,00,000, തമിഴ്നാട്ടിൽ നിന്ന് 4,80,00,000, നോർത്ത് ഇന്ത്യ കളക്ഷനായി 4,50,00,000 എന്നിങ്ങനെ 25,11,00,000 രൂപയാണ് 4 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. എമ്പുരാൻ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആദ്യ 4 ദിവസം കൊണ്ട് നേടിയെടുത്ത 24,70,00,000 എന്ന റേഞ്ചാണ് ഇപ്പോൾ ദൃശ്യം 3 4 ദിവസം കൊണ്ട് മറികടന്നിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 4 ദിവസം കൊണ്ട് 63,74,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ടോട്ടൽ ഓവർസീസ് കളക്ഷനായി 4 ദിവസം കൊണ്ട് $8.16 മില്യൺ, അതായത് 78,37,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ലോകമെമ്പാടുമായി 142,10,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഈ സിനിമയുടെ ഇന്ന് തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് തീപ്പൊരി കളക്ഷനാണ് സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. വർക്കിംഗ് ദിനം കൂടിയ ഇന്ന് തിങ്കളാഴ്ചയായിട്ട് കൂടി ഈ സിനിമ കേരളത്തിൽ 6,50,00,000 മുകളിലാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 45 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടി റേഞ്ചിലാണ്. അങ്ങനെ 152 കോടിക്ക് മുകളിലാണ് ആദ്യ 5 ദിവസം കൊണ്ട് ദൃശ്യം 3 ലോകമെമ്പാടുമായി എത്തിച്ചേർന്നിട്ടുള്ളത്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമായി കഴിഞ്ഞ തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് വിശദമായി പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷനുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം 10 ദിവസം കൊണ്ട് ഈ സിനിമ തമിഴ്നാട്ടിൽ 130 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ട്രാക്കേഴ്സ് റിപ്പോർട്ടിൽ ഈ സിനിമ 123,55,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് 19,96,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 27,65,00,000, കേരളത്തിൽ 12,45,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2,88,00,000 എന്നിങ്ങനെ 186,49,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി 10 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. വിദേശത്ത് നിന്ന് $6.56 മില്യൺ, അതായത് 62,80,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 249,29,00,000 രൂപയാണ് കറുപ്പ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി 11-ാം ദിവസമായത് തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് തമിഴ്നാട്ടിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 കോടി റേഞ്ചിലാണ്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8 കോടി റേഞ്ചിലും. അങ്ങനെ 257 കോടി റേഞ്ചിലാണ് ആദ്യ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിരടി തിയേറ്ററിലെത്തിയിട്ട് 12-ാം ദിവസവും രണ്ടാമത്തെ തിങ്കളാഴ്ചയുമാണ് പിന്നിടുന്നത്. അരുൺ ജനാർദ്ദനൻ തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 14 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷഹാബ്, റിയ ഷിബു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം 11-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,60,00,000 രൂപയാണ്. അങ്ങനെ 11 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ 31,50,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി അതിരടിയുടെ 12-ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 80-85 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 12 ദിവസം കൊണ്ട് കേരളത്തിൽ 32,25,00,000 റേഞ്ചിലാണ് അതിരടി എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 60 കോടി നേടിയിരിക്കുന്നു എന്നാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയായ ബേസിൽ ജോസഫ് ഇന്ന് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. 12-ാം ദിവസം എന്ന തിങ്കളാഴ്ചയോടെ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 61 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. മെയ് 1 തിയേറ്ററിൽ നിലവിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ മലയാള സിനിമയാണ് പേട്രിയറ്റ്. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 24 ദിവസം കൊണ്ട് കേരളത്തിൽ 29,26,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 79-80 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമയുടെ OTT റിലീസ് ജൂൺ 5 C5 OTT പ്ലാറ്റ്ഫോം വഴി ഉണ്ടായിരിക്കുന്നതുമാണ്. ഷെയ്ൻ നിഗം നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ദൃഢം. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 18 ദിവസം കൊണ്ട് കേരളത്തിൽ 3,89,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 18-ാം ദിവസം എന്ന തിങ്കളാഴ്ച കേരളത്തിൽ 1,00,000 റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3,90,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 6,95,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. വിവേക് സോണി തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 22 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ചാന്ദ് മേരാ ദിൽ. ലക്ഷ്യ, അനന്യ പാണ്ഡെ എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിച്ച ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 1,10,10,000 രൂപയാണ് കളക്ട് ചെയ്തത്. 3 ദിവസം കൊണ്ട് കേരളത്തിൽ 2,76,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 3 ദിവസം കൊണ്ട് 13,23,00,000 രൂപയും ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തത് 1,50,00,000 രൂപയുമാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 14,73,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.